ഹലോ, എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മളിന്നിവിടെ സൈറ്റിൽ കോൺക്രീറ്റ് ആണ് കേട്ടോ. ഇന്ന് കോൺക്രീറ്റിൻ്റെ ദിവസമാണ്. ലിൻഡൽ സൺസൈഡ് കോൺക്രീറ്റിലാണ്. നോൽബൊക്കെ അല്ലേ, നോൽബൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പരിപാടി തുടങ്ങും. ഇപ്പം 6:30, 6:45, 7 മണിയാകുമ്പോൾ നമ്മൾ പരിപാടി തുടങ്ങി നേരത്തെ തീർത്ത് പോകുന്ന സിസ്റ്റമാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്ക് വരുന്ന ചില ബംഗാളീസ് വരെ നോൽമ്പ് നോറ്റിലാണ് പണിക്ക് വരിക. പിന്നെ അതേപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നോൽമ്പ് ഉണ്ടാവുമല്ലോ. വല്ലാണ്ട് ഇടങ്ങാറാക്കാത്ത രീതിയിലുള്ള പരിപാടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകൽ. ഓക്കെ, ചെറിയ ചെറിയ വീട്ടിലെ പണികളൊക്കെ കിട്ടും. എല്ലാ പണികളും ഉണ്ടാവില്ല, ചില പണികളൊക്കെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ പരിപാടി തുടങ്ങുന്നത് എന്തായാലും വലിയ വെയിലില്ലാത്ത സൈറ്റാണ്. അതുകൊണ്ട് വലിയ ക്ഷീണം വരില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസം നല്ലൊരു കാലാവസ്ഥ ഉഷാറാണല്ലോ, നോൻപൊക്കെ നോക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതൊന്നും നല്ല വിഷയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളത് സാധനം മെറ്റൽ എംസാൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഇവിടെ തട്ടിക്കഴിഞ്ഞിന് നമുക്ക് ഏകദേശം ഒരു 35 ചാക്കിൻ്റെ പണി ഇവിടെ ഉണ്ടാവും. അതിനുള്ള മെറ്റലും എംസാനും അവിടെ തട്ടില്ല. മെറ്റൽ ലേശം ഒരു ഷോർട്ട് വരും. ഇതൊരു വണ്ടിയിൽ പോയിരുന്ന നമുക്ക് 150 ഫൂട്ട് മെറ്റലാണ് വണ്ടി. പക്ഷേ ഇത് 140, 135 ഫൂട്ടോളം മെറ്റലാണ് നിസാനിൽ പോകുന്നത്. ഇവിടെ കുറഞ്ഞ മെറ്റൽ ഈ സൈഡിലുണ്ട് പഴയത്. അപ്പോൾ അത് തികഞ്ഞില്ലെങ്കിൽ എടുക്കാനുള്ള കാഴ്ചപ്പാടാണ്. എന്തായാലും 10 ഫൂട്ട് എന്തായാലും തികയാത്ത ഒരു വിഷയം വരും ഇവിടെ. ഓക്കെ, ഇവിടെ പഴയ മെറ്റൽ ഇതാ കണ്ടോ, ഇവിടെ പഴയ മെറ്റൽ ലേശം ഉണ്ട്. അതേപോലെ തന്നെ സിമൻറ്റ് ഒരു 5 ചാക്കോളം നമുക്ക് എന്തുണ്ടാവും ബാക്കിയുണ്ട്. 40 ചാക്ക് സിമൻറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 5 ചാക്ക് നമ്മളിവിടെ സൈഡാക്കിയിടും. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പടവിന് ആവശ്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് 5 ചാക്ക് നമ്മൾ എക്സ്ട്രാ എടുത്തു. അപ്പോൾ ഏകദേശം 35-36 ചാക്കിൻ്റെ പണി ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി മെറ്റലും അടിപൊളി എംസാനുമാണ് ഇതിന് പറ്റിയ. ഇത് വലിയ തരി തന്നെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നീളം കിട്ടില്ല. അതിൻ്റെ പ്രത്യേകത അതാണ്. അതേപോലെ ഈ കല്ലും സൺസൈഡ് സമയത്ത് വലിയ വണ്ണുള്ള കല്ലാൻ പറ്റും. അത് നേരിയ രീതിയിലെ കല്ലേ പറ്റുള്ളൂ. അവിടെ കോൺക്രീറ്റ് കുഴച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തിയേറെ കാണാൻ. നല്ല നല്ല അടിപൊളി കോൺക്രീറ്റാണ്. കാരണം ഒരുപാട് വലിയ മെറ്റലാകുന്ന സമയത്ത് എന്താവുള്ളൂ, ഇതൊരു പിടുത്തം കിട്ടില്ല. അത് രണ്ടും കൂടെ ഒരു മീഡിയം സൈസ് മെറ്റൽ ഇതിന് പാടുള്ളൂ. അതേപോലെ തന്നെ എംസാനും വലിയ തരി പാടില്ല, അതും ലേശം ഒരു പൊടി അതിലുണ്ടാവണം. എന്നാൽ നമുക്ക് എന്നാൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും അതൊരു വൃത്തിയായി കിട്ടും. അല്ലെങ്കിൽ കോൺക്രീറ്റ് കാണുന്ന പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് ബംഗാളീസ് ഇവിടെ നമ്മുടെ ഈ ഏരിയ പോലീസ് പിടിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പണിക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബംഗ്ലാദേശിന് കുറേ പോലീസുകാർ പൊക്കി പോകുന്നുണ്ട്. കാരണം ഒരു പേപ്പറും കാര്യങ്ങളും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരുന്നതാണല്ലോ. ബംഗാളിയിൽ ഇപ്പോൾ എന്താണ് കുറവാണ്. ഉള്ള ബംഗാളികൾക്ക് ഇപ്പോൾ കൂലിയും കാര്യങ്ങളും കൂടി ലേശം ഡിമാൻഡായി തുടങ്ങി. എജാതി കോൺക്രീറ്റ് മിക്സർ മിഷനേക്കാളും സൂപ്പർ കോൺക്രീറ്റാണ്. അപ്പം മാഷാ അല്ലാഹ് നമ്മളെ മുതലാളി വന്നിങ്ങാണ്ട് ഫസ്റ്റ് ചട്ടി തന്നെ മുതലാളി കോൺക്രീറ്റ് ഇടാനുള്ള പരിപാടിയിലാണ്. മുതലാളി വിളിച്ച് വരുത്താണ് ഫസ്റ്റ് ചട്ടി കോൺക്രീറ്റ് ഇടാനും വേണ്ടി. മുതലാളി മണ്ടി കിതച്ച് വരികയാണ്. അതൊക്കെ ഒരു ബർക്കത്താണ്, അതൊരു ഐശ്വര്യമാണ്. ഫസ്റ്റ് ചട്ടി അവനാൻ്റെ വീടിൻ്റെ മുകളിൽ അവനാ ഉണ്ടാന്ന് പറയുന്നുണ്ട്, അതൊരു ഐശ്വര്യമാണ്. അല്ല, ഫസ്റ്റ് ചട്ടി തന്നെ ബിസ്മിൻ ചൊല്ലിയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് പണി. അതൊക്കെ ഒരു ബർക്കത്താണ്. ഇതൊന്നിപ്പോൾ കണ്ടവൻ്റെ പുരയെ പോയി കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇടാൻ കഴിയില്ല. നമുക്ക് നമ്മളെ പുരയെ തന്നെ ഇടാൻ കഴിയുള്ളൂ. ഒരു പേടിക്കേണ്ടിയില്ലല്ലോ. അപ്പം അങ്ങനെ ഫസ്റ്റ് ചട്ടി നമ്മൾ കോൺക്രീറ്റ് തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഒരു 12-12:30 ആകുമ്പോൾ പരിപാടി തീർക്കാനുള്ള കാഴ്ചപ്പാടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഫുള്ള് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്ത് ഏകദേശം നമ്മളെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മെറ്റൽ കണ്ടോ, കംപ്ലീറ്റ് മെറ്റൽ ഇവിടെ തീർന്ന്. കുറഞ്ഞ മെറ്റൽ ഇത് നമുക്ക് എടുക്കേണ്ടി വന്ന്. അത് കറക്റ്റ് കണക്കാണത്. ഫുള്ള് കംപ്ലീറ്റ് മെറ്റൽ തീർത്ത് വടിച്ചെടുക്കും. മെറ്റൽ ഒരു പൊടി ബാക്കില്ല. ഒരു 10 ഫൂട്ടോളം മെറ്റൽ പഴയത് നമ്മളിവിടെ എടുക്കുന്നത്. അത് ലാസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ ലിൻഡലും കറുപ്പൊക്കെ ഇട്ടാനുള്ള സമയത്ത് എന്ത് ചെയ്താലോ അതിന് വെച്ച് ബാക്കിയുള്ള സ്ലാബ് സൺസെറ്റ് ഇത് കംപ്ലീറ്റ് നല്ല സാധനം തന്നെ വെച്ച് ചെയ്തു. മറ്റേ നല്ലതല്ല, അത് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ലേശം ഒരു കച്ചറായിന്. അപ്പോൾ ഗർഭ് ഇടുന്ന സമയത്ത് ലിൻഡൽ ഇടുന്ന സമയത്ത് ലേശം ഒരു കച്ചറ എന്ന് വിചാരിച്ച് ഒരു പ്രശ്നമില്ല. അത് ലീക്കോ കാര്യങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിലേക്ക് അത് വെച്ചത്. ആ ഒരു ഏരിയ ഈ ബാക്കിയുള്ള ഏരിയ നല്ല സാധനം വെച്ച് നമ്മളിത് അത് തീർത്താനി. അപ്പോൾ ഇനി കംപ്ലീറ്റ് നമ്മൾ ഒരുതി വീർച്ച ഫുള്ള് ചവിട്ടി നാശാക്കിനിപ്പോൾ. ഈ ലിൻഡൽ സൺസൈഡ് ആകുന്ന സമയത്ത് ഗർഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുള്ള് ചവിട്ടി എന്തായാലും അത് നാശവും. അത് നമ്മൾ രണ്ടാമത് ഫുള്ള് ഒരുതി വൃത്തിയാക്കി പോരണം.
അപ്പോൾ ഞാനൊരു സൈഡ് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ പണിയും കാര്യങ്ങൾ തീർക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു പണിക്കാരൻ കംപ്ലീറ്റ് വരതി വൃത്തിയാക്കി വരുന്നുണ്ട് കണ്ടോ. ഈ സൺസൈഡ് ഫുള്ള് കംപ്ലീറ്റ് നാശം. ഇത് വലിയ വെയിലില്ലാത്തത് കൊണ്ട് എന്താണ് കുഴപ്പമില്ല. ഇത് വെയിലും കാര്യങ്ങളുടെ ഉള്ള വിഷയം ഇത് ഫുള്ള് നമുക്ക് ഒരതാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ തന്നെ ഇത് ഫുള്ള് സെറ്റായി ഉറച്ച് വരും. ഫുള്ള് ചവിട്ടടിയും കാര്യങ്ങളും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് പൊടിയും കാര്യങ്ങളിട്ടിങ്ങാട്ട് മിനുക്കി ഒരതി ക്ലിയർ ചെയ്ത് വരണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ ഏരിയ വെയിലില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് ഇപ്പോൾ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഫുള്ള് ഒരതി പോകുന്നത്. നമ്മളൊരു പണിക്കാരൻ തന്നെ ഇത് കംപ്ലീറ്റ് ഒരതി വൃത്തിയാക്കി പോരാണ് കണ്ടോ. അതൊരു വൃത്തിയാണ്. ഇത് മൊത്തം ചവിട്ടടിയും കാര്യങ്ങളും പോയി ഫുള്ള് ഒരതി അത് റഫായി നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത ആണ്, ഇതിൻ്റെ മുകളിൽ ഫുള്ള് റഫായി കണ്ടോ. എന്താ ഭംഗി കാണാൻ. വല്ലാത്ത ജാതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടി നമ്മൾ പണിയെടുത്ത് കാര്യം ഉള്ള പണി വൃത്തി തന്നെ എടുക്കുമ്പോൾ അതൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം പുതിയ വീഡിയോ. ഓക്കെ, ബൈ ബൈ.